വെൽക്കം ടു വൈൽഡ് മാലോ. 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. കേരളത്തിൽ നടന്ന ഏത് പ്രകൃതി ദുരന്തത്തിനാണ് 2024 ജൂലൈയിൽ 100 വർഷം തികഞ്ഞത്? 99 വെള്ളപ്പൊക്കത്തിന്. കൊല്ലവർഷം 1099, അതായത് 1924 ജൂലൈയിൽ രൂപപ്പെട്ട മഹാപ്രളയം 3 ആഴ്ചയോളം നീണ്ടുനിന്നു. താഴ്ന്ന പ്രദേശമായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിലുള്ള മൂന്നാറിനെയും ഒരേപോലെ മുക്കിയ പ്രളയമായിരുന്നു അത്. ഈ വെള്ളപ്പൊക്കത്തെ ആധാരമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ. 99 വെള്ളപ്പൊക്കത്തെ ആധാരമാക്കിയിട്ട് തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എവിടെ വെച്ചാണ്? പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ച്. ജൂലൈ 14-നാണ് ട്രംപിന് വലത് ചെവിയിൽ വെടിവെക്കുന്നത്. അക്രമിയായ തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സേനയായ സീക്രട്ട് സർവീസ് വെടിവെച്ചു കൊന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രോപരിതലത്തിൽ പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? പ്രശാന്തിയുടെ കടലിന്, അതായത് സീ ഓഫ് ട്രാങ്ക്വിലിറ്റിക്ക് 400 കിലോമീറ്റർ അകലെയായിട്ടാണ് പുതിയ ഗുഹ കണ്ടെത്തിയത്. 55 വർഷം മുമ്പ്, അതായത് 1969 ജൂലൈ 20-ന് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് സീ ഓഫ് ട്രാങ്ക്വിലിറ്റിയിലാണ്. ഏതാണ്ട് 40 മീറ്റർ വിസ്താരമുണ്ട് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ആ ഗുഹയ്ക്ക്. ഇതുവരെ 200-ലേറെ ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12-ന് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ് ജൂലൈ 12-ന് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ്. തുറമുഖത്തിന്റെ നിർമ്മാണാവശ്യങ്ങൾക്കുള്ള അത്യാധുനിക ക്രെയിനുകൾ വഹിച്ച ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. 2023 ഒക്ടോബർ 15-നാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നത്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ. 2024-ലെ G20 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? ബ്രസീലിലെ റിയോ ഡി ജനൈറോയിലാണ് 2024-ലെ G20 ഉച്ചകോടി നടക്കുന്നത്. നവംബർ 18-19 തീയതികളിലാണ് ഉച്ചകോടി. നിലവിൽ ബ്രസീലാണ് G20-യുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് നടന്നത്. 2024 ജൂലൈ 11-12 തീയതികളിലാണ് നടന്നത്. ആഗോള ടെക് ഭീമനായ IBM കേരള സർക്കാരുമായി സഹകരിച്ചിട്ടാണ് കോൺക്ലേവ് നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ജമ്മു കാശ്മീർ. പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരങ്ങളാണ് വർദ്ധിപ്പിച്ചത്. 2019-ൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്ത് കേരള സർക്കാർ കൊണ്ടുവന്ന കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. MT വാസുദേവൻ നായർ തിരക്കഥ രചിച്ച് 9 സിനിമകളുടെ സമാഹാരം ഓണക്കാലത്ത് C5 OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തിറങ്ങും. സമാഹാരത്തിന്റെ പേരെന്താണ്? മനോരഥങ്ങൾ എന്നാണ് സമാഹാരത്തിന്റെ പേര്. ഓളവും തീരവും, ശിലാലിഖിതം, കടുകണ്ണാവ, ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക്, അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം, കാഴ്ച, വിൽപ്പന, കടൽക്കാറ്റ് എന്നിങ്ങനെ 9 സിനിമകളാണുള്ളത്. മൈൻഡ്സ്കേപ്പ് എന്ന പേരിൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിലും മനോരഥങ്ങൾ എത്തും. അടുത്ത ക്വസ്റ്റ്യൻ. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലിയാണ് നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി. 4-ാം തവണയാണ് ഒലി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളിലെ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഒലി അധ്യക്ഷനായിട്ടുള്ള നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷി മന്ത്രിസഭ രൂപവത്കരിച്ചത്. വിശ്വാസ വോട്ടെടുപ്പിൽ പുഷ്പ കമൽ ദഹൽ സർക്കാർ പരാജയപ്പെട്ടിരുന്നു. ആദ്യത്തെ 18 മാസം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന ഒലി അതിനുശേഷം നേപ്പാളി കോൺഗ്രസ് അധ്യക്ഷൻ ഷർ ബഹാദൂർ ദുബൈക്ക് പദവി കൈമാറണമെന്നാണ് ധാരണ. അടുത്ത ക്വസ്റ്റ്യൻ. സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂൾ സേവനത്തിന് സജ്ജമായി. ഇവിടെ പേരേതാണ്? ഡിജി സ്മാർട്ടും കെല്ലിയും. ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനാണ് നമ്മൾ ഡിജി സ്മാർട്ട് യൂസ് ചെയ്യുന്നത്. വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് കെല്ലിയെ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക സർപ്പ ദിനം, വേൾഡ് സ്നേക്ക് ഡേ എന്നറിയപ്പെടുന്നത് ജൂലൈ 16 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ 2024 വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ജേതാവായത് കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിനിന്റെയാണ്. ലണ്ടനിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെയാണ് അൽക്കാരസ് തോൽപ്പിച്ചത്. 4ാം ഗ്രാൻഡ്സ്ലാം കിരീടമാണ് അൽക്കാരസിന്റേത്. ഓപ്പൺ യുഗത്തിൽ ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും നേടുന്ന 6ാമത്തെ പുരുഷ താരം കൂടിയാണ് കാർലോസ് അൽക്കാരസ്. വനിതാ വിഭാഗം വിംബിൾഡൺ ടെന്നീസ് ജേതാവായത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയാണ്. ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനെയാണ് ബാർബോറ ക്രെജിക്കോവ പരാജയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം ഏതാണ്? 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഗുജറാത്താണ്, 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. സംസ്ഥാനത്ത് KEB ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരായിരുന്നു? ഡോക്ടർ പൂനം ഗുപ്ത. കോപ്പ അമേരിക്ക ഫുട്ബോൾ 2024 ജേതാക്കളായത് അർജന്റീനയാണ്. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൊളംബിയയെയാണ് തോൽപ്പിച്ചത്. 1-10 തോൽപ്പിച്ചത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത് കിരീടമാണത്. തുടർച്ചയായി രണ്ടാമത്തെ, അതായത് 2021-24 അടക്കം 2ാമത്തെ കിരീടം എന്ന പ്രത്യേകത കൂടിയുണ്ട്. മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസിനെയാണ് മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ ടോപ്പ് സ്കോറർ ആയിട്ട് തിരഞ്ഞെടുത്തത് അർജന്റീനയുടെ ലൗട്ടാറോ മാർട്ടിനസിനെയാണ്. അർജന്റീനയ്ക്ക് 16 ദശലക്ഷം ഡോളർ ഏകദേശം 133 കോടി രൂപ സമ്മാന തുകയായിട്ട് ലഭിക്കും. കൊളംബിയയ്ക്ക് 7 ദശലക്ഷം ഡോളറാണ്, ഏകദേശം 58 കോടി രൂപയാണ് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത്. യൂറോ കപ്പ് 2024 ജേതാക്കളായത് സ്പെയിനാണ്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചത്. സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1964, 2008, 2012 വർഷങ്ങളിലായാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായിരുന്നത്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിന്റെ ലാമിൻ യമാൽ മികച്ച യുവതാരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതി സ്പെയിൻ സ്വന്തമാക്കി. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതി സ്പെയിനാണ് സ്വന്തമാക്കിയത്. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് ഇത് മറികടന്നത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിൻ. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ടീം ഏതാണ്? സ്പെയിനാണ്. സ്പെയിന് 28.25 ദശലക്ഷം യൂറോ, അതായത് ഏകദേശം 256 കോടി രൂപ സമ്മാനത്തുകയായിട്ട് ലഭിക്കും. ഇംഗ്ലണ്ടിന് 24.25 ദശലക്ഷം യൂറോയും കിട്ടും, ഏകദേശം 220 കോടി രൂപ സമ്മാനത്തുകയായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.